ഹലോ ട്രേഡേഴ്സ്. നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ് ഈ കാണുന്നത്. ഈ ചാർട്ടിനെ പറ്റി പഠിക്കുമ്പോൾ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ട് അല്ലെങ്കിൽ പാരലൽ ചാനൽ വരച്ചിട്ട് നോക്കുമ്പോൾ ഇതാണ് ഞാൻ എടുക്കുന്ന ഫസ്റ്റ് പോയിന്റ്. അതിനുശേഷം ഇവിടെയാണ് ഞാൻ സെക്കൻഡ് പോയിന്റ് എടുത്തിട്ടുള്ളത്. മാർക്കറ്റ് ഒരു സ്വിങ്ങുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് മുകളിൽ വന്നു, അവിടെ നിന്ന് തിരിച്ച് താഴെ വന്നു, തിരിച്ച് വീണ്ടും മുകളിൽ പോയി. ഇത് സംഭവിച്ചിരിക്കുന്നത് 2010 വീണ്ടും ഈ പാരലൽ ചാനലിൻ്റെ ബോട്ടത്തിൽ എത്തുന്നത് 2020. അതായത് 10 വർഷം കൊണ്ടാണ് നിഫ്റ്റി ഈ സ്വിങ്ങുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വരുന്ന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിൽ ഈ രീതിയിൽ മാർക്കറ്റ് ഏതെങ്കിലും ഒന്നേ മുകളിൽ അല്ലെങ്കിൽ താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. താഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ ചാനലിൻ്റെ ബോട്ടം ഇനി മുന്നോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലായിരിക്കും. നിഫ്റ്റിയുടെ കോമൺ ആയിട്ടുള്ള ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് എപ്പോഴൊക്കെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നോ, 2000 ഫെബ്രുവരിയിൽ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുകയും അവിടുന്ന് വീണ്ടും സെൽ ഓഫ് ഉണ്ടായി. അതിനുശേഷം അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം പ്രൈസ്, ഏകദേശം ഒരു സെയിം പ്രൈസിൽ 2004 വന്നു, അവിടുന്ന് വീണ്ടും സെൽ ഓഫ് ഉണ്ടായി. അതിനുശേഷം വന്നിരിക്കുന്നത് 2008 അവിടുന്ന് സെൽ ഓഫ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എപ്പോഴൊക്കെ മാർക്കറ്റിൽ ഒരു ഓൾ ടൈം ഹൈകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാം മാർക്കറ്റ് സെല്ലിംഗ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോഴത്തെയും സ്ഥിതി വ്യത്യസ്തമല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2024 2026 സെയിം പ്രൈസിൽ തന്നെ മാർക്കറ്റ് വന്നിട്ടാണ് റെസിസ്റ്റൻസ് എടുത്ത് അവിടെ നിന്നൊരു സെൽ ഓഫ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോയിട്ട് 42 അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിലേക്കൊക്കെ എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധ്യമല്ല. വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് മാർക്കറ്റിനെ മാറ്റിയിട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. മുമ്പേ പറഞ്ഞതുപോലെ അവിടെ മാർക്കറ്റ് ഗെയിൻ ചെയ്യാൻ കൂടെ ശ്രമിക്കുന്നുണ്ട്. പ്രൈസ് ആക്ഷൻ പ്രകാരം ഇവിടെ നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്യുകയും വീണ്ടും ഈ ട്രെൻഡ് ലൈനെ വീക്ക്ലി റീടെസ്റ്റ് ചെയ്തിട്ടാണ് കഴിഞ്ഞ ഒരാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണോ 26,394 എന്ന് പറയുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ലെവല് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറുന്നത്, വലിയൊരു ബൈ തന്നെ നിഫ്റ്റിയിലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും സംഭവിക്കാം. സ്മോളർ ടൈം ഫ്രെയിമിലേക്ക് മാർക്കറ്റിനെ മാറ്റിയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞിരുന്ന നോൺ റിവേഴ്സിബിൾ സോണെല്ലാം നല്ല രീതിയിൽ മാർക്കറ്റ് ഹിറ്റായി റിസൾട്ട് തന്നിരുന്നു. ഞാൻ ബഡ്ജറ്റിന് ഒരാഴ്ച മുന്നേയും ബഡ്ജറ്റിന് ശേഷവും കാര്യമായിട്ടെന്നല്ല ട്രേഡുകൾ തന്നെ ഒന്നും എടുത്തിരുന്നില്ല. കാരണം ഈ ഒരു റേഞ്ചിൽ ബഡ്ജറ്റിൻ്റെ ഉള്ള പ്രീവിയസ് ആയിട്ടുള്ള ദിവസങ്ങളിൽ, മുൻകൂട്ടിയുള്ള ദിവസങ്ങളിൽ വിക്സ് കൂടുകയും പ്രീമിയം കൂടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ട്രേഡ് ചെയ്യാതെ മാറി നിൽക്കുക. കാരണം ഇതൊക്കെ സെല്ലേഴ്സിന് വേണ്ടിയിട്ടുള്ള ദിവസങ്ങളാണ്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ട്രേഡ് എടുത്താൽ പോലും മാർക്കറ്റ് മുകളിലേക്കാണ് അല്ലെങ്കിൽ താഴേക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്താൽ പോലും പ്രീമിയം ഹൈ ആയതുകൊണ്ട് പ്രീമിയം മെൽറ്റിംഗ് ആയിരിക്കും കൂടുതലായിട്ട് സംഭവിക്കാനുള്ള സാധ്യത. അങ്ങനെയാണെങ്കിൽ ബയേഴ്സിന് കൂടുതലായിട്ട് ലോസ് വരും. മാർക്കറ്റ് മൂവ് ചെയ്താലും നമ്മൾ എടുത്തിരിക്കുന്ന പ്രീമിയം മൂവ്മെൻ്റ് ഇല്ലാത്തത് കൊണ്ട് അവിടെ മെൽറ്റിംഗ് കൂടുതലായി തീറ്റ ഡീക്കെ ഉണ്ടായിട്ട് ബയേഴ്സ് ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും ദിവസവും മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. കൂടാതെ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള വേറൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബജറ്റിന് ശേഷമുണ്ടായ ഫെബ്രുവരി 3 ഉണ്ടായ ഈ ഒരു ബിഗ് ക്യാൻഡിലാണ്. ഇതൊരു അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ഇംബാലൻസ് എന്ന് പറയുന്ന ഒരു ക്യാൻഡിലാണ്. ഈ ക്യാൻഡിൽ ഉള്ളിടത്തോളം കാലം ഇതിനിടയിൽ ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് കൂടിയുണ്ട്, ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ്. ഈ ഗ്യാപ്പ് അപ്പിലൂടെ ഒരുപാട് പേർക്ക് പൈസ കിട്ടിയിട്ടുമുണ്ട്. ആ കിട്ടിയ പൈസ പലരുടെയും നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഇവിടെയും ഒരു ക്യാൻഡിലുണ്ട്, നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഈ ക്യാൻഡിലും അതിന് മുകളിലുണ്ടായിരിക്കുന്ന ഈ ഒരു സെൽ ഓഫും ഇത് രണ്ടും മാർക്കറ്റിലുണ്ടാകുന്ന ഒരു അൺസർട്ടനിറ്റീസ് ആണ്, ഇംബാലൻസ് ആണ്. ഇതിനെ കറക്റ്റ് ചെയ്യാതെ നമ്മൾ ട്രേഡ് എടുക്കുന്തോറും അവിടെ ഒരു ഫിയർ ഉണ്ടാവുകയും ആ ഫിയർ വിക്സ് ഇൻക്രീസ് ചെയ്ത് പ്രീമിയവും അതിനോടൊപ്പം തന്നെ ഇൻക്രീസ് ചെയ്യാനും നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് മാർക്കറ്റിൽ മൂവ്മെൻ്റ് ഉണ്ടായാലും 10, 20, 30 പോയിന്റ് ക്യാച്ച് ചെയ്യാനുള്ള ശ്രമത്തിൽ മെൽറ്റിംഗ് കൂടുതലായിട്ട് കാത്തിരിക്കേണ്ടതായിട്ടും വരും. കുറച്ച് ദിവസം ട്രേഡ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. എൻ്റെ സ്ട്രാറ്റജി പ്രകാരം ഈ ഏരിയയിലൊന്നും എനിക്ക് ട്രേഡുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ
ലോസും ഉണ്ടായില്ല, കാത്തിരുന്ന് ട്രേഡ് എടുക്കാനും സാധിച്ചു. ഈ ദിവസങ്ങളിൽ ഞാൻ ബിറ്റ് കോയിനിലായിരുന്നു ട്രേഡ് എടുത്തിരുന്നത്. 72,000 ബിറ്റ് കോയിൻ ഉള്ളപ്പോൾ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു അവിടെ സെൽ ഓഫ് ഉണ്ടാകും, 55,000 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തുമെന്ന്. അത് 59,000 വരെ എത്തി. അവിടുന്ന് തിരിച്ചു കയറുന്ന ഒരു ട്രെൻഡ് വന്നപ്പോൾ ഞാൻ അവിടെ ബുക്ക് ചെയ്യുകയും ചെയ്തു. ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് എടുക്കാനുള്ള അവസരമില്ല എങ്കിൽ അടുത്ത ഓപ്പർച്യൂണിറ്റീസിലേക്ക് മാറി നമുക്ക് ട്രേഡ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഈ വരുന്ന ആഴ്ചയിൽ ഈ പറഞ്ഞ ഇവിടെയുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ട്, അതായത് ബജറ്റിന് ശേഷമുള്ള ദിവസം. ഇതുകൂടി ഇവിടെ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. എല്ലാവരും ഇതിനെ ഗ്യാപ്പ് ഫില്ലിംഗ് എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഇംബാലൻസ് ക്യാൻഡിൽ കറക്റ്റ് ചെയ്തതിന് ശേഷം ട്രേഡ് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. അപ്പോൾ വിക്സ് കുറയുകയും അതോടൊപ്പം തന്നെ ട്രേഡിംഗ് ഓപ്ഷൻ ബയേഴ്സിന് അനുകൂലമായി തീരുകയും ചെയ്യും. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ചിട്ട് 25,350 റേഞ്ചിലേക്ക് മാർക്കറ്റ് പോകേണ്ടതാണ്. നാളെ ഗ്യാപ്പ് അപ്പ് ആയാലും ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും 25,350 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തേണ്ടതാണ്. എപ്പോഴും പറയുന്നത് പോലെ അതാത് ദിവസത്തെ ട്രെൻഡ് നോക്കി ട്രേഡ് പ്ലാൻ ചെയ്യുക. 15 മിനിറ്റിൽ മാർക്കറ്റ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, അതിനുശേഷം 5 മിനിറ്റ്സിലേക്ക് ടൈം ഫ്രെയിം ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ 3 മിനിറ്റ്സിലേക്ക് ചേഞ്ച് ചെയ്ത് മാർക്കറ്റിൽ വരുന്ന മാറ്റം അനുസരിച്ചിട്ട് നമുക്ക് മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.